ആലപ്പുഴ പുല്ലുകുളങ്ങരയിൽ അഭിഭാഷകനായ മകൻ അച്ഛനെ വെട്ടിക്കൊന്ന കേസിൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും. റിമാൻഡിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച പ്രതിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല എന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. മകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മ ആശുപത്രി വിട്ടു. പുല്ലുകുളങ്ങര സ്വദേശിയായ നടരാജൻ കഴിഞ്ഞ മാസം 30-ാം തീയതി രാത്രിയാണ് കൊല്ലപ്പെട്ടത്. അമിതലഹരി ഉപയോഗിച്ചിരുന്ന മകൻ നവജിത്ത് വെട്ടുകത്തി കൊണ്ട് അച്ഛനെയും അമ്മ സിന്ധുവിനെയും വെട്ടുകയായിരുന്നു. നവജിത്തിന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ നടരാജനായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ലഹരി ഉപയോഗത്തിന് അമിതമായി പണം ചെലവാക്കുന്ന യുവാവ് പലതവണ ഈ സ്വർണം ആവശ്യപ്പെട്ടു. എന്നാൽ അച്ഛൻ ആഭരണങ്ങൾ വിട്ടുകൊടുത്തില്ല. കൊലപാതകം നടന്ന ദിവസവും ഇതേ ചൊല്ലി തർക്കമുണ്ടായി. ഇതിനിടെയാണ് നവജിത്ത് അച്ഛനെയും അമ്മയെയും തലങ്ങും വിലങ്ങും വെട്ടിയത്. റിമാൻഡിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച നവജിത്തിന് തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നൽകിയിരുന്നു. ലഹരി ഉപയോഗം വേഗത്തിൽ നിർത്തുമ്പോഴുള്ള സ്വാഭാവിക പ്രതികരണം മാത്രമാണിതെന്നാണ് ഡോക്ടർമാരുടെ റിപ്പോർട്ട്. അല്ലാതെ നവജിത്തിന് മറ്റ് യാതൊരു കുഴപ്പങ്ങളുമില്ല. കോടതി 2 ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകിയ പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുത്തു. നവജിത്തിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഒഴിവാക്കാനായി 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് കനകക്കുന്ന് പോലീസ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.